ആരോൺസ് ട്രാവൽ വ്യൂവിലേക്ക് സ്വാഗതം. ജയ്പൂർ സിറ്റിയിലെ റോഡിലൂടെ പോകുമ്പോൾ രണ്ട് സൈഡിലും നല്ല പിങ്ക് നിറത്തിലുള്ള കെട്ടിടങ്ങളാണ്. അതുകൊണ്ട് ഈ സിറ്റിക്ക് പിങ്ക് സിറ്റി എന്നും പേരുണ്ട്. ജയ്പൂരിൻ്റെ മുഖമുദ്രയായ ഹവാ മഹലിലേക്കാണ് പോകുന്നത്. ഹവാ മഹലിൻ്റെ ഒരു പുരാതന ചിത്രമാണ് ഈ കാണുന്നത്. 1799 മഹാരാജാവായ സവായി പ്രതാപ് സിംഗ് നിർമ്മിച്ച ഇത് ശ്രീകൃഷ്ണന്റെ കിരീടത്തിന്റെ രൂപത്തിൽ ലാൽചന്ദ് ഉസ്താദ് രൂപകൽപ്പന ചെയ്തു. മുഗൾ മൂലകങ്ങളുടെ സ്വാധീനത്താൽ സമ്പന്നമായ രജപുത്ര വാസ്തുവിദ്യാ ശൈലി പ്രതിഫലിക്കുന്ന ഈ ഘടന ചുവപ്പും പിങ്ക് നിറത്തിലുള്ള മണൽക്കല്ലും കൊണ്ടാണ് നിർമ്മിച്ചത്. ഹവാ മഹലിൻ്റെ അകത്തുനിന്ന് നോക്കിയാൽ ഇങ്ങനെയാണ്. ഇവിടെ ഒരു ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പുറകുവശമാണ്. ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് നമുക്ക് പോകാം. അവിടെയാണ് മെയിൻ ബിൽഡിംഗ്, ആർച്ച് ബിൽഡിംഗ്. രാജകീയ സ്ത്രീകൾക്ക് പൊതുജനങ്ങൾ കാണാതെ തെരു ഉത്സവങ്ങളും ദൈനംദിന ജീവിതവും കാണാൻ അനുവദിക്കുന്നതിനായി സിറ്റി പാലസിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ഹവാ മഹൽ നിർമ്മിച്ചത്. രജപുത്ര സ്ത്രീകൾ പിന്തുടരുന്ന പർദാ സമ്പ്രദായത്തിന് അനുസൃതമായിരുന്നു ഇത്. 5 നിലകളുള്ള കൊട്ടാരത്തിൽ തണുത്ത വായു കടന്നു പോകാൻ അനുവദിക്കുന്ന 953 സങ്കീർണമായി രൂപകൽപ്പന ചെയ്ത ചെറിയ ജനാലകൾ ഉണ്ട്. ഹണികോം ഷേപ്പിൽ നിർമ്മിച്ച ഇവ ജയ്പൂരിലെ കൊടും ചൂടിലും അകത്തളം സുഖകരമായി നിലനിർത്തുന്നു. രജപുത്ര മുഗൾ വാസ്തുവിദ്യാ സംയോജനത്തിന്റെ മികച്ച ഉദാഹരണമാണിത്. രാജസ്ഥാനിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കയറി ചെല്ലുമ്പോൾ പാരമ്പര്യ കലാകാരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. പാട്ടും പാവക്കൂത്തും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ എന്തെങ്കിലും സംഭാവന അവർക്ക് നൽകിയാൽ മതി. രാജസ്ഥാനിൽ പാരമ്പര്യ കലാകാരന്മാരുടെ കൊട്ടാരങ്ങളിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. ഹവാ മഹലിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നാൽ അവിടെ നിന്നുള്ള കാഴ്ചകളാണ്. നല്ല കളർഫുള്ളായ ജനലിൻ്റെ ചില്ലുകളാണ്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും അവിടെ നിന്ന് റീലുകൾ പിടിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. വളരെയധികം തിരക്കാണ് അവിടെ ഫോട്ടോ എടുക്കാൻ. ജനലുകളുടെ ഡിസൈനും അതിൻ്റെ കളറും നമ്മളെ വളരെയധികം അട്രാക്റ്റ് ചെയ്യും. ഇത് ഹവാ മഹലിൻ്റെ ഏറ്റവും മുകളിലോട്ട് കയറിപ്പോകുന്നതാണ്. ആ വഴിയാണ് നമുക്ക് ഏറ്റവും മുകളിലേക്ക്. ഇവിടെയാണ് പണ്ട് കാലത്ത് ഇവിടുത്തെ അന്തേവാസികളായ അന്തപ്പുരത്തിലെ സ്ത്രീജനങ്ങൾ ജാഥകളും റാലികളും ഒക്കെ വരുന്നത് കാണാൻ വേണ്ടി ഇവിടുത്തെ ഈ ജനലിൽ കൂടെയായിരുന്നു ഒക്കെ ഉണ്ട്. അപ്പോൾ പുറത്തുനിന്നുള്ളവർക്ക് ഇങ്ങോട്ട് കാണത്തില്ല, ഇവിടെ ഉള്ളവർക്ക് ഈസിയായിട്ട് അങ്ങോട്ട് കാണുകയും ചെയ്യും. അതായിരുന്നു ഇത്. ഹവാ മഹലിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണ്. ഈ രാജസ്ഥാൻ്റെ ജയ്പൂരിൻ്റെ ഒരുമാതിരിപ്പെട്ട ഭാഗങ്ങളെല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോർട്ടൊക്കെ ഇവിടെ നിന്ന് കാണാം. ആ കാണുന്ന ആണ് ഫോർട്ട്. അവിടോട്ടൊക്കെ ഇനി പോകണം. ശ്രീകൃഷ്ണൻ്റെ കിരീടത്തിൻ്റെ ഷേപ്പിലാണ് ഇതിൻ്റെ മുകൾ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ജയ്പൂരിലെ ഒട്ടുമിക്ക കാഴ്ചകളും കാണാൻ സാധിക്കും. നല്ല മനോഹരമായ സിറ്റിയാണ് ജയ്പൂർ. ജന്തർ മന്ദറും സിറ്റി പാലസും ഒക്കെ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. ജയ്പൂരിൻ്റെ മലനിരകളിൽ ഫോർട്ടും അതുപോലെ മന്ദിറും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഹവാ മഹലിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടുത്തെ മെയിൻ മാർക്കറ്റ്. ധാരാളം ക്രാഫ്റ്റ് ഐറ്റംസും രാജസ്ഥാൻ പാരമ്പര്യമുള്ള തുണി ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ സാധിക്കും. ബാഗുകളുടെയും ലെതറിൻ്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ്. ബെഡി ചോപ്പർ മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്കറ്റിലേക്കും ഹവാ മഹലിലേക്കും ഒക്കെ വരാൻ സാധിക്കും. ഈവനിങ് സിറ്റി നല്ല കളർഫുള്ളാകും. ലൈറ്റൊക്കെ ഇട്ട് നല്ല പ്രകാശപൂർണമായിട്ട് നിൽക്കുന്ന സിറ്റി കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമാണ്. അതുപോലെ ഷോപ്പിംഗ് ഒരു അനുഭവം തന്നെയാണ്. ധാരാളം ഷോപ്സുകളുണ്ട്. അവിടെ പോയി നമുക്ക് ബാർഗെയിൻ ചെയ്ത് എന്ത് സാധനം വേണേലും മേടിച്ചെടുക്കാം. രാജസ്ഥാനിൻ്റെ പാരമ്പര്യ ശൈലിയുള്ള വളകളൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടും. ഇവിടുത്തെ മെയിൻ വാഹനമാണിത്. ഷെയറിംഗ് ഓട്ടോയാണ്. ഇതിൽ കയറിയ ചെറിയ പൈസയ്ക്ക് നമുക്ക് ഈ സിറ്റി മുഴുവൻ കറങ്ങി വരാം. ജയ്പൂരിൻ്റെ രാത്രി കാഴ്ച കാണാൻ ആ വണ്ടിയിൽ കയറി ഒരു കറക്കം നോക്കി. നല്ല ലൈറ്റൊക്കെ ഇട്ട് തിളങ്ങി നിൽക്കുകയാണ് ജയ്പൂർ സിറ്റി. 10 രൂപയ്ക്കും 20 രൂപയ്ക്കും ഒക്കെ നമുക്ക് ഷെയറിംഗ് ഓട്ടോയിൽ കയറി ഇവിടെ എല്ലാം കറങ്ങി തിരിച്ചു വരാം. പല വെറൈറ്റിയിലുള്ള രാജസ്ഥാൻ ഫുഡ് കിട്ടണമെങ്കിൽ ഇവിടോട്ട് പോന്നാൽ മതി. ഇവിടെ നമുക്ക് പാവ് ഭാജി കിട്ടും, ഗോൽഗപ്പ കിട്ടും, വടപ്പാവ് കിട്ടും, എല്ലാ സാധനം ഇവിടെ കിട്ടും. ഇത് പാല് തിളപ്പിച്ച് കുറുക്കി ഉണ്ടാക്കുന്ന സ്വീറ്റ്സുകളാണ്. ഇവിടുത്തെ
സ്വീറ്റ്സുകൾ വളരെ ഫേമസ് ആണ്. വഴിയരികിലിരുന്ന് ജിലേബി ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. ജിലേബിയൊക്കെ വറുത്ത് കോരി ഇടുമ്പോൾ തന്നെ വിറ്റ് പോവുകയാണ്. ഈവനിങ് ആകുമ്പോഴാണ് ഹവാമഹലിലെ ലൈറ്റൊക്കെ തെളിയിക്കുന്നത്. ഹവാമഹൽ ലൈറ്റൊക്കെ തെളിഞ്ഞ് നല്ല പ്രകാശപൂർണമായിട്ട് നിൽക്കുന്ന കാണാൻ അടിപൊളിയാണ്. അപ്പോൾ രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ ഹവാമഹൽ തിളങ്ങി നിൽക്കുന്ന കാണാമല്ലോ. അതുപോലെ മാർക്കറ്റിൽ വന്ന് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഇവിടുത്തെ കവാടവും ഒക്കെ കടന്ന് ഹവാമഹലിൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. ഹവാമഹലിൻ്റെ മുന്നിൽ പോയി ഒരു ഫോട്ടോയൊക്കെ എടുക്കണം, അതാണ് പ്ലാൻ. ആഹാ, എത്ര മനോഹരമായിട്ടാണ് ഹവാമഹൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. വന്നില്ലായിരുന്ന ഒരു നഷ്ടമായി പോയേനെ. അപ്പം ശരി, ജയ്പൂരിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.